ഓഗസ്റ്റ് 31 വരെ ലോകത്ത് 1,20,00,000 പേർക്ക് ഡെങ്കു. അതിൽ 47,185 പേർ കേരളത്തിലാണ്. ലോകത്ത് 6,991 മരണം. അതിൽ 59 പേർ കേരളത്തിൽ. കഴിഞ്ഞ വർഷം ലോകത്ത് 52 ലക്ഷം പേർക്ക് മാത്രമാണ് ഡെങ്കു സ്ഥിരീകരിച്ചത്. അതിന്റെ ഇരട്ടിയിലേറെ പേർക്കാണ് ആദ്യ 8 മാസം കൊണ്ട് മാത്രം ഈ വർഷം രോഗം ബാധിച്ചത്. 2018 9 ലക്ഷം പേർക്ക് മാത്രമായിരുന്നു ഡെങ്കു. അതെങ്ങനെ 5 വർഷം കഴിഞ്ഞപ്പോഴേക്കും 10 മടങ്ങായി? അമേരിക്കയുടെ സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ പറയുന്ന മുഖ്യ കാരണങ്ങൾ നഗരവൽക്കരണവും കാലാവസ്ഥാ മാറ്റവുമാണ്. കൊച്ചിയിൽ ദിവസവും 150 പേർക്ക് വരെ ഡെങ്കു സ്ഥിരീകരിക്കുമ്പോൾ ആരോഗ്യ വിദഗ്ധരുടെ ആ നിഗമനം കൂടിയാണ് ശരിയാകുന്നത്. സ്പോട്ട്ലൈറ്റ് ആരംഭിക്കുന്നു. ഡെങ്കു എങ്ങനെയാണ് ലോകത്തെ കീഴടക്കുന്നത്? കേരളത്തിൽ ഏതെങ്കിലും ഒരു ദിവസത്തെ കണക്കെടുത്താൽ തന്നെ നമുക്കറിയാം ഡെങ്കു എങ്ങനെയാണ് ഇവിടെയും വ്യാപകമാകുന്നത് എന്ന്. സെപ്റ്റംബർ 23 തിങ്കളാഴ്ചത്തെ വിവരങ്ങൾ ഇങ്ങനെയാണ്. സംസ്ഥാനത്ത് അന്നു മാത്രം ഡെങ്കു ലക്ഷണങ്ങളുമായി എത്തിയവരും സ്ഥിരീകരിച്ചവരും ചേർന്ന് 171. അതിൽ 53 എണ്ണവും എറണാകുളം ജില്ലയിൽ. രണ്ടാമത് തൃശൂരാണ്, അവിടെ 20 പേർക്ക്. ഡെങ്കു ഏറ്റവും കൂടുതൽ പകരുന്നത് ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലങ്ങളിലാണ് എന്ന നിഗമനം ശരിവെക്കുന്നതിനാലാണ് കേരളത്തിലെ ഈ പകർച്ച. ഇതോടൊപ്പം കാലാവസ്ഥാ മാറ്റം, പലായനം, ഈ കാരണങ്ങൾ കൂടിയാണ് ലോകാരോഗ്യ സംഘടന ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്നത്. സാധാരണ പനി ബാധിക്കുന്നത് പോലെയാണ് ഡെങ്കു പകരുന്ന സ്ഥിതി എന്നാണ് വിലയിരുത്തൽ. ബ്രസീലിലും തെക്കേ അമേരിക്കയിലും ഒക്കെ വ്യാപകമായി ഡെങ്കു പകരുന്നുണ്ട്. ഇന്ത്യയിൽ റിപ്പോർട്ടിംഗ് കാര്യമായി നടക്കുന്നില്ല എന്നും എണ്ണം പല മടങ്ങ് അധികമായിരിക്കാം എന്നുമാണ് ആ റിപ്പോർട്ടിലുള്ളത്. ഡെങ്കു ഇങ്ങനെ അതിവേഗം പകരാനുള്ള കാരണം കാലാവസ്ഥാ മാറ്റമാണെന്ന് ലോകാരോഗ്യ സംഘടന പറയുമ്പോൾ എല്ലാവരും അമ്പരപ്പോടെയാണ് അത് കേട്ടത്. അന്തരീക്ഷ താപനില ഉയർന്നതോടെ കൂടുതൽ സ്ഥലങ്ങളിൽ കൊതുകിന് മുട്ടയിട്ട് പ്രജനനം നടത്താൻ സാധ്യതയുണ്ടായി. ഡെങ്കു പരത്തുന്ന ഈഡിസ് ഈജിപ്റ്റി തെളിഞ്ഞ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലാണ് മുട്ടയിടുന്നത്. അതുപോലെ തണുപ്പുള്ള കാലാവസ്ഥയിൽ അതിജീവിക്കാനും കഴിയില്ല. കാലവർഷം കഴിഞ്ഞതോടെ ഈ സാഹചര്യം ഒരുങ്ങി വന്നതാണ് കേരളത്തിൽ അനുകൂല സ്ഥിതി ഉണ്ടാക്കിയത്. ബ്രസീലിലും തെക്കേ അമേരിക്കയിലുമാണ് ഡെങ്കു അതിവേഗം പടരുന്നത്. ഈ ഓഗസ്റ്റ് വരെ മാത്രം 1,20,00,000 പേർക്ക് ഡെങ്കു ബാധിച്ചുവെങ്കിൽ 2018 9 ലക്ഷം മാത്രമായിരുന്നു എന്ന കണക്കാണ് ലോകാരോഗ്യ പ്രവർത്തകരെ അമ്പരപ്പിക്കുന്നത്. തൊഴിലിനായും യുദ്ധം മൂലവുമൊക്കെ പലായനം ചെയ്യുന്ന ജനതയാണ് രോഗവാഹകരിൽ 10% എന്നാണ് കണക്ക്. കൂടുതൽ സ്ഥലങ്ങളിൽ ഈഡിസ് ഈജിപ്റ്റി കൊതുകിന് അനുകൂല സാഹചര്യം കൂടി ഉണ്ടായതോടെ പകരുന്നത് വേഗത്തിലായി എന്ന് കൊച്ചിയിലേക്ക് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഫ്ലോട്ടിംഗ് പോപ്പുലേഷൻ അഥവാ യാത്ര ചെയ്യുന്നവർ ഉള്ളത് കൊച്ചിയിലാണ്. പിന്നാലെ തൃശ്ശൂരാണ്. ഈ 2 സ്ഥലങ്ങളിലുമാണ് ഡെങ്കു അതിവേഗം പകർന്നുകൊണ്ടിരിക്കുന്നത്. പനിയും തലവേദനയും പേശിവേദനയുമായി പാരസെറ്റമോൾ മാത്രം കഴിച്ച് വീട്ടിൽ കിടക്കുന്നവരുമുണ്ട് അനവധി. അവരിലും അറിയാതെ പോകുന്ന ഡെങ്കു ബാധിതരുണ്ടാകാമെന്നാണ് ലോകാരോഗ്യ സംഘടന തന്നെ പറയുന്നത്. ഇപ്പോഴത്തെ പനിക്ക് സ്വയം ചികിത്സ വലിയ അപകടം എന്നു തന്നെയാണ് സംസ്ഥാന ആരോഗ്യ വകുപ്പിന്റെയും വാദം. പനിക്ക് പുറമെ പേശിവേദന, സന്ധിവേദന, ഛർദി, കണ്ണിന് പിന്നിൽ വേദന തുടങ്ങിയ ലക്ഷണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിർബന്ധമായും പരിശോധനയ്ക്ക് വിധേയമാകേണ്ടതാണ്. സമയത്ത് ചികിത്സ തേടാത്തവരാണ് മരണപ്പെട്ടവരിൽ നല്ലൊരു പങ്ക്. ഒഴുകി നടക്കുന്ന ജനതയാണ് എന്നതിനാൽ മാത്രമുള്ള രോഗങ്ങളല്ല ഇവിടെ പടരുന്നത്. ഈ മാസം മാത്രം നിപ ലക്ഷണങ്ങളുമായി ചികിത്സ തേടിയത് 20 പേരാണ്. ഇതിൽ ഒരാൾക്ക് ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തു. ആദ്യഘട്ടത്തെ അപേക്ഷിച്ച് മരണം നിയന്ത്രിക്കാൻ ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്തിന് കഴിയുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും ഈ നിപയുടെ ഉറവിടം കണ്ടെത്താൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. വവ്വാലുകളിൽ നിന്ന് വൈറസ് എങ്ങനെ രോഗബാധിതരിലേക്ക് എത്തി എന്നതിനാണ് വ്യക്തതയില്ലാത്തത്. അതുകൊണ്ട് തന്നെ ഓരോ തവണ ഈ അസുഖം വരുമ്പോഴും നിലത്തു വീണ പഴങ്ങൾ കഴിക്കരുത് എന്ന് മാത്രമാണ് ആരോഗ്യ വകുപ്പ് പറയുന്നത്. സാധാരണ പനി പോലെ പടരുന്ന ഡെങ്കു, ഒപ്പം നിപയും മങ്കി പോക്സും എംപോക്സ് ഇന്ത്യയിൽ 2ാമത്തെ കേസ് കേരളത്തിലാണ് റിപ്പോർട്ട് ചെയ്തത്. തുടർന്ന് 3 എണ്ണം കൂടി. ഇവിടെ മാത്രം 4 പേർക്ക് രോഗബാധയുണ്ട്. ഏറ്റവും കൂടുതൽ സഞ്ചരിക്കുന്നവർ ഉള്ളത് മാത്രമല്ല കേരളത്തിലെ ഈ രോഗബാധ പടരാനുള്ള കാരണം. ആളുകൾ അടുത്തടുത്ത് താമസിക്കുന്നു. കാലാവസ്ഥാ മാറ്റം മൂലം മൂന്നാറിൽ പോലും ഈ കൊതുകുകൾക്ക് വളരാനുള്ള സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. ഇടുക്കിയിലും വയനാട്ടിലും പോലും ദിവസവും 4-5 പേർക്ക് ഇപ്പോൾ ഡെങ്കു ബാധിക്കുന്നുണ്ട് എന്ന് മാത്രം ഓർക്കുക. കാലാവസ്ഥ മാറുന്നതിനൊപ്പം നമ്മുടെ മുൻഗണനകളും മാറണം.
മഴക്കാല പൂർവ്വ ശുചീകരണം എന്നത് വഴിപാടാകരുത് എന്ന് പറയുന്നത് പോലെ മഴക്കാലം കഴിഞ്ഞും ശുചീകരണം ഉണ്ടാകണം. ആർക്കും ബാധിക്കാം, പക്ഷേ എല്ലാവരും അതിജീവിക്കണം എന്നില്ല എന്നൊരു കാര്യം മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ സ്പോട്ട്ലൈറ്റ്സ് പൂർണ്ണമാകുന്നു. നാളെ മറ്റൊരു വിഷയവുമായി. നമസ്കാരം.